മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സിപിഎമ്മിനും സംസ്ഥാന സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സംഘപരിവാർ സിപിഎം ധാരണ മാസപ്പടി കേസിലും ഉണ്ടാകുമോ എന്ന് കണ്ടറിയണമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. റിയാസിന്റെ നാവ് ഉപ്പിലിട്ടോയെന്നും അദ്ദേഹം ചോദിച്ചു. മന്ത്രിമാർ രാജകൊട്ടാരത്തിലെ വിദൂഷകരായി മാറിയെന്നും അദ്ദേഹം വിമർശിച്ചു. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മാസപ്പടി വിവാദത്തിലെ ആദായനികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എക്സാലോജിക് കമ്പനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത്. എക്സാലോജിക് കമ്പനി നിരവധി നിയമലംഘനങ്ങൾ നടത്തി എന്ന് ഉത്തരവിൽ പറയുന്നു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കമ്പനിക്കെതിരെ തെളിവുകൾ ലഭിച്ചതോടെയാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. ഇതുകൂടാതെ കരിമണൽ കമ്പനിയായ CMRLനെതിരെയും പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിന് 3 അംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെ ചുമതലപ്പെടുത്തി 4 മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകണം. ആരോപണങ്ങൾക്ക് അവ്യക്തവും ഒഴിഞ്ഞുമാറുന്നതുമായ മറുപടികളാണ് CMRL എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയത്. അതേസമയം KSIDC ആകട്ടെ മറുപടി നൽകാൻ പോലും തയ്യാറായില്ല. 3 സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കുവാൻ ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു. കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ BS, ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ KM ശങ്കരനാരായണൻ, പോണ്ടിച്ചേരി ROC A ഗോകുൽനാഥ് എന്നിവർക്കാണ് അന്വേഷണ ചുമതല. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ജോയിന്റ് ഡയറക്ടറാണ് ഉത്തരവിറക്കിയത്. എക്സാലോജിക്കും CMRLുമായുള്ള ഇടപാട് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് നേരത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് പരാതി ലഭിച്ചിരുന്നു. കമ്പനീസ് ആക്ട് പ്രകാരമാണ് അന്വേഷണം നടത്തുന്നത്. മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ എക്സാലോജിക്സിന് CMRL 1.72 കോടി രൂപ അനധികൃതമായി നൽകിയെന്ന് നേരത്തെ ആദായനികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു. ചെയ്യാത്ത സേവനത്തിന് എക്സാലോജിക്ക് ഈ പണം കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ. എന്നാൽ നൽകിയ സേവനത്തിനാണ് തുക കൈപ്പറ്റിയത് എന്നായിരുന്നു മുഖ്യമന്ത്രിയും CPMും വാദിച്ചത്. ആദായനികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിന് പിന്നാലെയാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള അന്വേഷണം. ഈ അന്വേഷണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ഏറ്റെടുക്കും. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയായ എക്സാലോജിക്കിനെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രതികരണം അറിയാൻ താൽപര്യമുണ്ടെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഔദ്യോഗികമായി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പരാമർശിച്ച കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടായതുകൊണ്ട് തെറ്റായി ഒന്നും തന്നെ ഇല്ല എന്നായിരുന്നു പത്രക്കുറിപ്പിൽ CPM പറഞ്ഞിരുന്നത്. വിഷയത്തിൽ മന്ത്രി റിയാസ് ഇപ്പോഴും ഇതിലൊന്നും അസ്വാഭാവികതയില്ല എന്നാണോ വാദിക്കുന്നതെന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു. CMRL ചെലവുകൾ പെരുപ്പിച്ച് കാണിച്ച് ലാഭം മറച്ചുവെക്കുകയായിരുന്നു. അതുതന്നെയാണ് എക്സാലോജിക്കും ചെയ്തത്. CMRLൽ 14% ഓഹരി KSIDCക്കാണ്. ലാഭത്തിന്റെ വിഹിതവും വ്യവസായ വികസന കോർപ്പറേഷൻ അവകാശപ്പെട്ടതാണ്. എന്നാൽ CMRL കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ മറച്ചുവെച്ചു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പണം വഴിമാറ്റി കീശയിലാക്കുകയാണ് ചെയ്തത്. ഇതിന് KSIDC കൂട്ടുനിന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. KSIDCയുടെ നിലപാട് എന്തായിരുന്നു എന്ന് പൊതുസമൂഹത്തോട് പറയേണ്ട ബാധ്യത വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവിനുണ്ടെന്നും അത് പറയണമെന്നും MLA പ്രതികരിച്ചു. സർക്കാരിന് അവകാശപ്പെട്ട 14% ലാഭവിഹിതം നൽകാതെ തട്ടിപ്പ് കാണിച്ച CMRL കമ്പനിക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് മന്ത്രി പറയണം. സംസ്ഥാന സർക്കാരിനെതിരെ വിശ്വസനീയമായ തെളിവുകൾ പലപ്പോഴായി വന്നിട്ടും യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ അധികാരം പ്രയോഗിക്കാൻ തയ്യാറായിരുന്നില്ല. ആത്യന്തികമായ നീതി കോടതിയിൽ നിന്നേ ലഭിക്കുകയുള്ളൂ. അന്വേഷണത്തിലൂടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് സത്യങ്ങൾ പുറത്തുകൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നുവെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. എക്സാലോജിക് നിരവധി കമ്പനികളിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. സേവനം നൽകാതെയാണ് പണം കൈപ്പറ്റിയത്. ചെലവുകൾ പെരുപ്പിച്ച് കാണിച്ച് CMRL നഷ്ടത്തിലാണെന്ന് കാണിച്ചത് പോലെയാണ് എക്സാലോജിക്കും തട്ടിപ്പ് നടത്തിയത്. നിയമവ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിന്ന് എല്ലാ പോരാട്ടവും നടത്തുമെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. അതേസമയം സംഭവത്തിൽ LDF കൺവീനർ EP ജയരാജൻ പ്രതികരിക്കാൻ തയ്യാറായില്ല. വിഷയത്തിൽ തനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്നാണ് അദ്ദേഹം ഒരു മാധ്യമത്തോട് പറഞ്ഞത്. വീണയുടെ ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും മറ്റ് CPM നേതാക്കളും ഇതുവരെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.